പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്കും ഒന്ന് ചിന്തിച്ച് ചോദിക്കുക. നമ്മൾ നന്നായിട്ട് ഈശോയോട് ചേർന്ന് നിൽക്കുന്നു, നിങ്ങൾ വചനം കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വിശുദ്ധ ബലി അർപ്പിക്കുന്നു, ഒത്തിരി നന്മകൾ ചെയ്ത് ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുന്നു, സമാധാനത്തോടെ ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുന്നു. പക്ഷേ നമുക്കൊരു ബോധ്യമുണ്ട് എന്തായാലും അല്ലേ, കർത്താവിൻ്റെ കയ്യിലാണ്, സുരക്ഷിതമാണെന്നൊക്കെ അറിയാം. ബട്ട് റിയാലിറ്റി ഒത്തിരി പെയിൻഫുൾ ലൈഫാണ്. ചിലപ്പോൾ തോറ്റു പോകാറുണ്ട്, സങ്കടപ്പെടാറുണ്ട്, ഒറ്റയ്ക്കിരിക്കാറുണ്ട്, ഒറ്റയ്ക്കായി പോകാറുണ്ട്. നമ്മളതൊക്കെ ചിലരോടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവാതെ വരാറുണ്ട്. മനസ്സിലായ ചില ആൾക്കാർ സേഫ് സോൺ നോക്കിയിട്ട് കൂടെ നിന്ന പ്രശ്നം എന്നൊക്കെ കണ്ട് വിട്ടു പോകാറുണ്ട്. അവിടെയാണ് നമുക്കുള്ള ഏറ്റവും വലിയ തണലിനെ കുറിച്ച് ഈ വചനം പറഞ്ഞു തരിക. യെശയ്യാ 49:16 നിന്നെ ഞാൻ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ കൈ നിന്റെ മേൽ, ഈ വെയിൽ വീണ് നീ പൊള്ളാതെ, ഈ തോൽവിയുടെ, ഈ സങ്കടത്തിൻ്റെ, ഈ ഒറ്റപ്പെടലിൻ്റെ, ഈ ചതിയുടെ, ഈ പിശാചിൻ്റെ വെയിൽ വീണ് നീ തളരാതിരിക്കാൻ നിന്റെ മേൽ ഒരു കൈ ഇങ്ങനെ ഉണ്ട്. ആ കയ്യിൽ നിന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ മുമ്പിലുള്ള തടസ്സങ്ങളോ, ആ തടസ്സങ്ങൾ നിന്റെ മുമ്പിലാണെന്നല്ല കർത്താവ് പറയുക, നിന്റെ തടസ്സങ്ങൾ എൻ്റെ കൺമുമ്പിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഇതൊന്ന് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു തടസ്സത്തിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ, എസ്പെഷ്യലി ഒറ്റയ്ക്കായി പോയല്ലോ എന്നൊക്കെ ഓർത്ത് ഈ മതിലൊന്ന് ചാടി കടക്കാനോ അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് എങ്ങനെ പോകണമെന്നൊന്നും പറഞ്ഞു തരാൻ ഒരാളില്ലാതെ വിഷമിച്ച് നിൽക്കുകയാണെങ്കിൽ കർത്താവ് നിങ്ങളോടായിട്ട് പ്രത്യേകത പറയുന്ന ഒരു കാര്യമാണ്, നിന്റെ മതിലുകൾ എൻ്റെ മുമ്പിലുണ്ട്. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ മുമ്പിലാണ് ഈ മതിൽ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മതിലിൻ്റെ മുമ്പിൽ നീ ഇങ്ങനെ തടസ്സം കണ്ടിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന, ഇപ്പോൾ നിന്റെ കൂടെ കർത്താവുണ്ട്. നീ ഈശോ നിന്റെ മതിലുകൾ എൻ്റെ കൺമുമ്പിലുണ്ടെന്ന് അങ്ങനെ വെറുതെ കണ്ടു നിൽക്കുകയല്ല. ഈശോ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ കടം, നിന്റെ രോഗം, നിന്റെ പരാജയം, ജോലിയില്ലാത്ത അവസ്ഥ, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ഈ മതിലിൻ്റെ മുമ്പിൽ നീ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈശോ അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് തടസ്സങ്ങൾ മാറ്റി തരാനും കർത്താവിന് അറിയാം. ചിലപ്പോൾ മുമ്പോട്ടുള്ള യാത്ര ഒന്ന് സ്ലോ ആയി കാണും. അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റാതെ ഈ മതിൽ മുമ്പിൽ നിൽക്കുകയായിരിക്കും. പേടിച്ച് നിൽക്കരുത്, കൂടെ ഒരാൾ ഉണ്ടെന്ന് ഓർത്തേക്കണം. എത്ര മധുരമവൻ നാമമെനിക്കു ഓർത്തുവരും തോറുമെൻ ആർത്തി മാഞ്ഞു പോകുന്നു.